സന്ദേശം ഒരു ജാതിക്ക് വേണ്ടി മാത്രം കാണുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അദ്ദേഹം പഠിപ്പിച്ചത് എല്ലാവർക്കുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ വ്യക്തികൾക്കും. അതാണ് ഞാൻ ഇന്ന് ഇതിനെ പറയണത്. ബാക്കി പറയാനുള്ളത് എല്ലാവരും മറ്റേ സ്വാമിജിയെ നന്നായി പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ മന്ത്രി ജോർജ് കുര്യൻ ചൂണ്ടിക്കാണിച്ചു തീർത്ഥാടനത്തിൻ്റെ 5 സന്ദേശങ്ങളൊക്കെ. ഞാൻ അതിനൊന്നും വീണ്ടും പറയാൻ പോകുന്നില്ല. ഒരേ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ന് നമ്മൾ ഈ ആഘോഷം നടത്തുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം ചിന്ത? ജാതിയെ നമ്മൾക്ക് മാറ്റാൻ സാധിച്ചില്ല. ജാതി ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ വേണ്ട. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മാറ്റി നിർത്തരുത്. ജാതിയുടെ പേരിൽ ഏത് സ്ഥലത്തിലായ ശരി, ക്ഷേത്രത്തിൻ്റെ അകത്തായ ശരി, സ്കൂളിൻ്റെ അകത്തായ ശരി, നമ്മുടെ ജോലിയെടുക്കുന്ന സ്ഥലത്തായ ശരി, ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവ് കാണരുത്. മനുഷ്യൻ്റെ സ്വന്തം കഴിവും പഠിപ്പും അറിവും പെരുമാറ്റവും അത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് നമ്മൾ ചോദിക്കാതിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമുള്ളത്. അതിനൊപ്പം എല്ലാവർക്കും അവസരങ്ങൾക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. ജാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ എല്ലാവർക്കും ഒരേ സാധ്യത ഉണ്ടാകണം. എല്ലാവർക്കും ഫെയർ വേജ്, ശമ്പളം ഉണ്ടാവണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമരത്ത് വരികയായിരുന്നു. എന്ത് ദുഃഖത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ 14-15 മണിക്കൂർ ദിനത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഗർഭിണി പ്രസവിക്കാൻ പോവുകയാണെങ്കിൽ അവർ ഓടിയെത്തുന്നു. ഒരു പ്രായമുള്ള സ്ത്രീക്ക് മരുന്ന് ആസ്പത്രിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ ആശാവർക്ക് പോയി കൊടുക്കുന്നു. കുട്ടികളെ നോക്കുന്നു. എല്ലാ വിധത്തിലത്തെ സാമൂഹിക സേവനം ചെയ്യുന്നു. അവരുടെ മാസത്തിലത്തെ ശമ്പളം 7000 രൂപ മാത്രമാണ്. അതും കൂടി ഈ സർക്കാർ 3-4 മാസമായി കൊടുത്തിട്ടില്ല. എന്തൊരു അന്യായമാണ്. ഞാനിത് കാണുമ്പോൾ പറയണത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവർ പുരുഷന്മാരായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മഹിളകളുടെ ബുദ്ധിമുട്ടും ദുഃഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഒരൊറ്റൊന്നാണ്. ഏത് മനുഷ്യനെയും അവരുടെ ജോലി എന്തായാലും, അവരുടെ ജാതി എന്തായാലും, അവരുടെ മതം ഏതായാലും, അവരുടെ ഭാഷ ഏതായാലും, നമുക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുമോ? 7000 രൂപ ശമ്പളം 3-4 മാസമായിട്ട് കൊടുക്കാതിരിക്കല്, ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് നമുക്ക് ഏത് സർക്കാരിനും, അത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആരുടെയും എതിര് സംസാരിക്കല്ലേ, ഏത് സർക്കാരായാലും ശരി, മനുഷ്യത്വമല്ലേ നമുക്ക് ആദ്യം വേണ്ടത്. ഇതൊക്കെയായിരിക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെടുന്നത്. എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ സഹായിക്കാൻ, എല്ലാവർക്കും ആവശ്യമുള്ള സ്നേഹനും കൊടുക്കണം. പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ 75 വർഷക്കാലം നമ്മുടെ സ്വാതന്ത്ര്യം വന്ന ശേഷം 137 വർഷക്കാലം ഈ പ്രതിഷ്ഠ ഈ സ്ഥലത്തിൽ സംഭവിച്ച ശേഷം നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിന് ശരിക്കും നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടോ? നമ്മൾ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും വലിയ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും ഉണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിലോ കാശിൻ്റെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു കുട്ടിക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സഹായിക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടാവരുത്. ഒരു പ്രവർത്തകർക്ക് ഒരു ശമ്പളം കിട്ടായ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ശമ്പളത്തോട് ജീവിക്കാൻ സാധിക്കാതെ അതൊരിക്കലും സംഭവിക്കരുത്. ഒരു ക്ഷേത്രത്തിനെ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിൽ ചിലവരെ അകത്ത് കയറ്റാതിരിക്കാനും, നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ ചിലവരുടെ കുപ്പായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കുന്നതും, ഇതെല്ലാം മാറ്റാനുള്ള സമയം വന്നു. ഏത് മനുഷ്യനും വേറെ ഏത് മനുഷ്യനും കാട്ടി താഴെയല്ലാതെ മനസ്സിലാക്കാനുള്ള കാലം പണ്ടേ വന്നു. 100 വർഷം മുമ്പ്, 150, 137 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം ഇന്ന് നമ്മളൊരു വാക്ക്, നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചിട്ട് നമ്മളുടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം. ഭാവിയിൽ നമ്മൾ അങ്ങനെ ഒരു ഭാരതത്തിന് വേണ്ടി നമ്മൾ സംഘർഷിക്കും. അത് മാത്രം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെ അതീതത്തിൽ ചിന്തിച്ചിട്ട് ആ നമ്മുടെ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ട ആ സഹോദര്യത്തിൽ ജീവിച്ചിട്ട് നമ്മളെല്ലാവരും ഈ പ്രതിഷ്ഠയുടെ അർത്ഥം നമ്മളുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും
നിറച്ചു വെക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഹാപ്പി മഹാശിവരാത്രി. ജയ്.